ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കുടുംബശ്രീയുടെ സംസ്ഥാന ഓഫീസിൽ പുതിയൊരു ജോബിന് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. കൂടാതെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. ഇനി നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളിലേക്കും പോവാം. കുടുംബശ്രീയുടെ സംസ്ഥാന ഓഫീസിൽ അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻഷിപ്പ് തസ്തികയിലേക്കാണ് ഇപ്പോൾ ഒഴിവ് വന്നിട്ടുള്ളത്. നിയമനം നടക്കുക കരാർ വ്യവസ്ഥയിലായിരിക്കും. ഇതിലേക്കുള്ള ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒന്നാണ്. നിയമന രീതി എന്ന് പറഞ്ഞാൽ കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ ആ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന തീയതി വരെയായിരിക്കും അവർക്ക് വരുന്ന ജോലി കാലാവധി. എന്നാൽ അതിനുശേഷം അവരുടെ വർക്കിന്റെ ബേസിൽ ചിലപ്പോൾ കരാർ എക്സ്റ്റെൻഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇനി അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും BA-യിലോ BSc-യിലോ BCom-ലോ ഉള്ള ഡിഗ്രിയാണ്. ഇതിന് പുറമെ സർക്കാർ പബ്ലിസിറ്റി ഓർഗനൈസേഷനുകളിലോ പ്രൈവറ്റ് ഓർഗനൈസേഷനുകളിലോ പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റുകളിലോ അല്ലെങ്കിൽ ന്യൂസ് ഏജൻസികളിലെ എഡിറ്റോറിയൽ വിഭാഗത്തിലോ 2 വർഷത്തെയുള്ള പ്രവൃത്തി പരിചയം വേണം. ഇതിനു പുറമെ പ്രസ് ബുള്ളറ്റിനുകൾ, പ്രസ് പബ്ലിസിറ്റി ഹാൻഡ് ഔട്ട് മുതലായവ തയ്യാറാക്കുന്നതിനുള്ള കഴിവ് വേണം. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായിട്ട് സാഹിത്യം, കല, സംസ്കാരം, എക്കണോമിക്സ്, പൊളിറ്റിക്സ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ഇംഗ്ലീഷ്, മലയാളം ഭാഷയിൽ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ദിനപത്രങ്ങളിൽ എഡിറ്റോറിയൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ പ്രയോറിറ്റി കാര്യങ്ങളുണ്ടായിരിക്കും. ഇനി ഇപ്പം ഏതെങ്കിലും പത്ര ഓഫീസുകളിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് പ്രൂഫ് റീഡിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ എഡിറ്റോറിയലിൽ പ്രൂഫ് റീഡിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുക. അതല്ലാതെ മറ്റൊരാളത് ആണ് ചെയ്തിട്ടുള്ളെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നതല്ല. അത് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി അപേക്ഷിക്കാനുള്ള പ്രായപരിധി കണക്കാക്കുന്നത് 31/1/2026 35 വയസ്സിൽ കൂടുതൽ പാടില്ല. മാസം വരുന്ന കൺസോളിഡേറ്റഡ് സാലറി എന്ന് പറഞ്ഞാൽ 32,550 രൂപയാണ്. ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പത്രക്കുറിപ്പുകളും വാർത്തകളും തയ്യാറാക്കുക, പ്രോഗ്രാമുകൾ കവർ ചെയ്യുക, വീഡിയോകൾ തയ്യാറാക്കുക, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുക, അതുപോലെ ആവശ്യമായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ കാര്യങ്ങൾ റെഡിയാക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനുണ്ടായിരിക്കുന്ന ജോലിയുടെ സ്വഭാവം. ഇനി ഇതിന് പുറമെ കുടുംബശ്രീയിലെ ന്യൂ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളുടെ ഏകോപനം, യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉണ്ടായിരിക്കും. ഇനി താല്പര്യമുള്ളവർ CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ആണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷാർത്ഥികൾ 500 രൂപ പരീക്ഷ ഫീസായിട്ട് അടയ്ക്കേണ്ടത് വരുന്നുണ്ട്. ബയോഡാറ്റ സ്ക്രീനിങ് നടത്തി അതിനുശേഷം പ്രവൃത്തി പരിചയമൊക്കെ നോക്കിയിട്ട് അവർ അതിൽ നിന്നും ഇൻ്റർവ്യൂവിന് വിളിച്ച് ഇൻ്റർവ്യൂവിൽ പാസ്സാവുന്നവർക്കായിരിക്കും ഇതിനുള്ള ജോലി വരിക. www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 10/3/2026 വൈകുന്നേരം 5 മണിക്ക് മുമ്പാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്